പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം വചനധ്യാനവുമായി കടന്നു വരുവാൻ പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഈ ദിവസങ്ങളില് കുടുംബജീവിതത്തെ കുറിച്ച് ഒരു അവലോകനം നമുക്ക് നടത്താം. പലപ്പോഴും ഈ നാടുകളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കുടുംബ ബന്ധങ്ങൾ. ദിനം പ്രതി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുടുംബ ബന്ധങ്ങൾ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുകയും സ്വന്തമായ അഭിപ്രായങ്ങൾക്കൊത്തവണ്ണം ചൂടുകൾ വെക്കുന്നതുമാണ് അതിനൊക്കെയും കാരണമായി തീരുന്നത്. പരസ്പരം മനസ്സിലാക്കുവാൻ കഴിയാതെ, പരസ്പരം ബഹുമാനിപ്പാൻ കഴിയാതെ, പരസ്പരം കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ, പരസ്പരം ക്ഷമിക്കുവാൻ മനസ്സില്ലാതെ ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വന്നെത്തി നിൽക്കുന്നത്. അതിന്റെ മധ്യത്തിൽ തകർന്നു പോകുന്നത് കുടുംബ ബന്ധങ്ങളാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ളതായ ബന്ധങ്ങൾ, ബന്ധുമിത്രാദികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അകന്നു പോകുകയാണ് ഈ കാലഘട്ടത്തിൽ. എന്താണ് കാരണം? അവിടെ എല്ലാം എന്താണ് പ്രശ്നത്തിന് കാരണമായി നിൽക്കുന്നത്? സ്നേഹത്തിന്റെ കുറവ്, ബഹുമാനത്തിന്റെ കുറവ്, അങ്ങനെ പലവിധമാകുന്ന കാരണങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായി നമ്മൾ അതിന്റെ കാരണം കണ്ടെത്തി തിരുത്തപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുത്തപ്പെടുന്നില്ല എന്നതാണ് യഥാർത്ഥമായ സത്യം. നമ്മൾ എന്തു ചിന്തിക്കുന്നോ അതാണ് സത്യം, നമ്മൾ എന്തു പ്രവർത്തിക്കുന്നോ അതാണ് നേര് എന്ന് ചിന്തിച്ചുകൊണ്ട് മനുഷ്യരൊക്കെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ തങ്ങളുടെ നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്റെ ഇഷ്ടം, ഞാൻ ചെയ്യുന്നത് പോലെ നടക്കണം, ഞാൻ പറയുന്നത് പോലെ ഇവിടെ കാര്യങ്ങൾ ചെയ്യണം. മറ്റുള്ളവർക്ക് ആർക്കും അവിടെ ഒരു സ്വാതന്ത്ര്യമോ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമോ ഒന്നും കൊടുക്കുന്നില്ല. ഓരോ ഭവനം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും കൂടി ഉള്ളതാണ്. എന്നാൽ ഭർത്താവ് പറയും ഇവിടെ ഞാനാണ് വലിയവൻ, ഭാര്യ പറയും അല്ല ഞാനാണ് വലിയവൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ചെറുപ്പക്കാർ മുതൽ വാർദ്ധക്യം വരെയുള്ളവർ വരെ ഈ നാടുകളില് ഡിവോഴ്സിലെത്തി നിൽക്കുന്നു. കാരണം എന്താണ്? എവിടെയൊക്കെയോ എന്തൊക്കെയോ പാകപ്പിഴവുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. പരസ്പരം മനസ്സിലാക്കാതെ പോകുന്നു, പരസ്പരം ക്ഷമിക്കുവാൻ കഴിയാതെ പോകുന്നു, തെറ്റുകൾ പരസ്പരം തിരുത്തി മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു. ഈഗോ എന്ന വിഷയം പരസ്പരം മനുഷ്യ ഹൃദയങ്ങളെ അകറ്റി നിർത്തുന്നു. അതുകൊണ്ട് ഈ നാളുകളില് ഒരു ദൈവികമായ ഒരു പ്രവൃത്തി ദൈവമക്കളുടെ ജീവിതത്തിലും ഓരോ കുടുംബജീവിതം നയിക്കുന്നവരുടെ മധ്യത്തിലും ഈ നാളുകളില് വളരെയധികമായി വർദ്ധിച്ചു വരണം. ഞാനെന്ന ഭാവമെല്ലാം മാറ്റിവെച്ചിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുടുംബ ബന്ധങ്ങൾ പണിയപ്പെടണം. എങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, മുപ്പരി ചരട് അറ്റുപോകുകയില്ല. ഭാര്യയും ഭർത്താവും ചേരുന്നിടത്ത് ദൈവം ഉണ്ട് എങ്കിൽ അത് അറ്റുപോകുവാൻ, അത് പിരിഞ്ഞു പോകുവാൻ, അത് തകർന്നു പോകുവാൻ മൂന്നാമനായിരിക്കുന്ന കർത്താവ് അനുവദിക്കുകയില്ല. കർത്താവിനാൽ പണിയപ്പെട്ടതാണ് കുടുംബ ബന്ധങ്ങൾ, കർത്താവിനാൽ സ്ഥാപിതമായതാണ് കുടുംബം. എന്നാൽ ഇന്നത്തെ തലമുറകൾ അത് വളരെയധികം മനസ്സിലാക്കാതെ തങ്ങൾക്ക് ബോധിച്ചതായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ കാര്യങ്ങളെ വളച്ചൊടിച്ച് ബന്ധങ്ങളെ അകറ്റിക്കളയുന്നു. ഇവർ പരസ്പരം അകലുന്നു, ഭാര്യയും ഭർത്താവും പരസ്പരം അകന്നു പോകുന്നു. അതോടൊപ്പം തന്നെ തകരുന്ന രണ്ട് കുടുംബങ്ങളുണ്ട്. ഈ സ്ത്രീയുടെയും പുരുഷന്റെയും അല്ലെങ്കിൽ ഈ ഭാര്യയുടെയും ഭർത്താവിന്റെയും കുടുംബ ബന്ധങ്ങൾ അകന്നു പോകുന്നു. അവർ പേരൻസ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇരു ഭവനങ്ങളിലുമുള്ള സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ബന്ധുമിത്രാദികൾ തമ്മിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ അവിടെ ഒരു കുടുംബമല്ല തകർക്കപ്പെടുന്നത്, അനേകം ബന്ധങ്ങൾ
അകന്നകന്നു പോകുവാൻ കാരണമായി തീരുന്നു. വിശുദ്ധ ബൈബിളിൽ നാം ഇപ്രകാരം കാണുന്നു. സദൃശ്യവാക്യം 31 അധ്യായം 10 വാക്യം. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലുമേറും. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. ഈ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും, അതായത് ഉത്തമയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഭാര്യയെ ആർക്ക് കിട്ടുമെന്നാണ് അതിന്റെ യഥാർത്ഥമായ അർത്ഥം. ഉത്തമ സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് രൂത്തിനെ ആയിരിക്കും, അല്ലെ? അതുപോലെ തന്നെ ശമൂവേലിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ 1 ശമൂവേൽ 25 അധ്യായത്തിൽ കാണുന്ന ഒരു വിവേകമതിയായ അബീഗയിലിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവളുടെ ഭർത്താവ് നാബാൽ, അവൻ അധികം ഭോഷത്വമായ കാര്യങ്ങളെ ചെയ്യാറുള്ളൂ എന്ന് തന്നെ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ അബീഗേലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അബീഗേൽ വളരെ ജ്ഞാനത്തോടെ വിവേകത്തോടെ കാര്യങ്ങൾ ഗ്രഹിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നവളായിരുന്നു അബീഗേൽ. അതുകൊണ്ട് തന്റെ ജീവിതത്തിന് നേരെ, തന്റെ കുടുംബ ജീവിതത്തിന് നേരെ, തന്റെ കുടുംബത്തിലെ ആൺപ്രജകൾക്ക് നേരെ വലിയൊരു പ്രയാസമുണ്ടായി. ദാവീദ് വനാന്തരങ്ങളിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ കൂട്ടത്തിൽ ഒത്തിരി പേരുണ്ട്. കാരണം ശൗലിനെ പേടിച്ച് ദാവീദ് ഇങ്ങനെ ഓരോ മലകളും ഓരോ ഗുഹകളൊക്കെ താണ്ടി മരുഭൂമിയിൽ കൂടെയും വനാന്തരങ്ങളിൽ കൂടെയൊക്കെ തന്റെ ജീവനെ പണയം വെച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് തന്റെ കൂടെയുള്ളവർക്കൊക്കെ വിശന്നു. അപ്പോൾ തന്റെ കാതുകളിൽ ഒരു വർത്തമാനം കേട്ടു. കർമ്മേലിൽ വെച്ച് നാബാൻ ഒരു ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഒരു ചടങ്ങ് നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ വലിയ സദ്യയും പരിപാടികളൊക്കെയുണ്ട്. ഇതറിഞ്ഞ ദാവീദ് നാബാലിന്റെ അടുക്കിലേക്ക് തന്റെ 10 പേരെ അയച്ചു, തന്നോടൊപ്പമുള്ള 10 പേരെ അയച്ചു ആഹാരത്തിന് വേണ്ടിയിട്ട്. പക്ഷെ നാബാൽ അവിടെ വളരെ ഭോഷത്വം പ്രവർത്തിച്ചു, ആഹാരം കൊടുത്തില്ല, അവരെ അപമാനിച്ച് അവരെ പറഞ്ഞു വിട്ടു. നമുക്കൊക്കെ ആ ചരിത്രങ്ങൾ അറിയുന്നതാണ്. ഇത് കേട്ട ദാവീദിന് വളരെ കോപം ചൊലിച്ചു. കാരണം ഈ നാബാലിന്റെ ആടുകളുമായി അവന്റെ ആട്ടിടയന്മാര് വനാന്തരങ്ങളിലും മരുഭൂമിയിലൊക്കെ താമസിക്കുമ്പോൾ ഈ ദാവീദും കൂടെയുള്ളവരൊക്കെ ആടിന് വലിയ സഹായം ചെയ്തിട്ടുണ്ട്, അവർക്ക് വലിയ സഹായം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ തനിക്കൊരാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ നാബാൽ അത് ചെയ്തു കൊടുത്തില്ല. അപ്പം ദാവീദിന് വളരെ കോപം ജ്വലിച്ചു. ദാവീദ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇസ്രായേലിലെ രാജാവാണ് ദാവീദ്. ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. നാളെ പ്രഭാതമാകുമ്പോഴേക്ക് നാബാലിന്റെ പുരുഷപ്രജയൊക്കെ ഞാന് വാളാൽ വെട്ടിക്കളയും. പക്ഷെ ഏതോ ഒരു ഭൃത്യൻ ആ കാര്യം അറിഞ്ഞ് ആ ഭൃത്യൻ ഓടിച്ചെന്ന് അബീഗേലിനോട് പറയുകയാണ്. അബീഗേൽ അത് കേട്ട മാത്രയിൽ ദാവീദിനും ദാവീദിന്റെ കൂടെയുള്ളവർക്കും ആവശ്യത്തിലേറെ ആഹാര പദാർത്ഥങ്ങൾ എടുത്തുകൊണ്ട് കഴുതപ്പുറത്ത് വെച്ച് കെട്ടി തന്റെ ശിഷ്യന്മാരുമായി അല്ലെങ്കിൽ തന്റെ തോഴ്മക്കാരോ ദാസന്മാരോ ആയിരിക്കുന്നവരുമായിട്ട് ദാവീദിനെ ചെന്ന് കാണുന്നു. അത് നമുക്ക് 1 ശമൂവേൽ 25 അധ്യായത്തിന്റെ 1 വാക്യം മുതല് അതിന്റെ അവസാന ഭാഗം വരെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 34 വാക്യത്തിൽ പറയുന്നു, നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്നോട് ശേഷം ദോഷം ചെയ്യാതെ വണ്ണം എന്നെ തടുത്തിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. നീ ബന്ധപ്പെട്ട് എന്നെതിരേറ്റ് വന്നിരുന്നില്ല എങ്കിൽ നേരം പുലരുമ്പോഴേക്ക് പുരുഷപ്രജയൊന്നും നാബാലിന് ശേഷിക്കയില്ലായിരുന്നു. കണ്ടോ? അപ്പൊ അവൻ അവിടെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ദാവീദ് നാബാലിന്റെ പുരുഷപ്രജേനെയൊക്കെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ഈ വർത്തമാനം കേട്ട അബീഗയിൽ വളരെ വിവേകത്തോടെ, ബുദ്ധിയോടെ, പരിജ്ഞാനത്തോടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അതുകൊണ്ട് അവിടെ ഒരു വലിയ സംഹാരം നടക്കാതെ വണ്ണം വിവേകമതിയായിരിക്കുന്ന അബീഗയിൽ ആ കാര്യങ്ങളെ അവിടെ സോൾവ് ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭാര്യയോ ഭർത്താവോ ആരായിരുന്നാലും ശരി, നമ്മൾ ഒരു വിഷയം നമ്മുടെ നേർക്ക് കടന്നു വരുമ്പോൾ അത് പരിജ്ഞാനത്തോടെ വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ
കുടുംബ ബന്ധങ്ങളെ നിലനിർത്തി കൊണ്ടുപോകുവാനായിട്ട് കഴിയും. അല്ല എങ്കിൽ അവിടെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. തലമുറ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരാം, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം, നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം, നമ്മുടെ ബന്ധുമിത്രാദികൾ നമുക്ക് നഷ്ടപ്പെടും, നമ്മുടെ അയൽവാസികൾ മാരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആ സ്നേഹമൊക്കെ നഷ്ടപ്പെടും. അപ്പൊ പുരുഷനാണേലും സ്ത്രീ ആണെങ്കിലും ഭാര്യയായാലും ഭർത്താവായാലും വിവേകത്തോടെ കാര്യങ്ങൾ ആലോചിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്യുന്ന കുടുംബ ബന്ധങ്ങളെ നിലനിർത്തി പോകുവാനായിട്ട് കർത്താവ് തുണ നിൽക്കും. ഏതൊരു വിഷയമായിരുന്നാലും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നവരായിട്ടല്ല, വളരെ പ്രാർത്ഥനയോടെ, ദൈവത്തിന്റെ ആലോചനയോടെ, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് ഈ വിഷയത്തിന്റെ മുഖത്ത് വെളിപ്പെടുത്തുവാനുള്ളതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കി, ദൈവം നമ്മളോട് ഒരു കാര്യം പറയുന്നത് വരെ ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തിന്റെ ആലോചന കേട്ടിട്ട് മാത്രം ആ വിഷയത്തിന്മേൽ തീരുമാനങ്ങൾ എടുക്കണം. അല്ല എങ്കിൽ വലിയ നഷ്ടം, വലിയ വില നാം കൊടുക്കേണ്ടി വരും. ഇന്നത്തെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയുടെ പ്രധാന കാരണം അതാണ്. ഏതെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴേ ആ വിഷയത്തെ അങ്ങ് വലുതാക്കി അതിനെ നമുക്ക് ഒരു വിധത്തിലും പറഞ്ഞ് അതിലൊരു സോൾവ് കണ്ടെത്തുവാൻ അല്ലെങ്കിൽ അതിനൊരു തീരുമാനം എടുക്കുവാൻ കഴിയാതെ വണ്ണം ആ പ്രശ്നത്തെ അങ്ങ് വലുതാക്കി വെക്കുന്നു. ഇതാണ് സത്യം. ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ വിഷയമാണെങ്കിൽ ആ പെൺകുട്ടി അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ മാതാപിതാക്കളുമായി സംസാരിക്കുന്നതേ അവർക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അവർ നോക്കുമ്പോൾ അവരുടെ മകളുടെ ഭാഗത്താണ് ക്ലിയറൻസ്, മരുമകൻ തെറ്റുകാരൻ. ഈ മകന്റെ ഭാഗത്തു നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവൻ ചെന്ന് അവന്റെ മാതാപിതാക്കളോട് സഹോദരങ്ങളോടും പറയുന്നതാണ് സത്യമെന്ന് അവരുടെ കുടുംബക്കാർ വിശ്വസിക്കുന്നു. അപ്പോൾ അവരുടെ ദൃഷ്ടിയിൽ ഈ മരുമകള് തെറ്റുകാരി. എന്നാൽ ഇവര് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ച് ആരുടെ ഭാഗത്ത് തെറ്റ് ആരുടെ ഭാഗത്ത് ശരി എന്ന് മനസ്സിലാക്കാതെ ഉടനടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു. അതുകൊണ്ട് ഈ ബന്ധങ്ങൾ അറ്റുപോകുന്നു. നാം ഈ നാളുകളിൽ അല്പം ഒന്ന് ചിന്തിക്കുക. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എന്റെ ബുദ്ധിക്ക് ഒത്തവണ്ണമാണോ എടുക്കുന്നത്, അതോ ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണോ ഞാൻ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? നമ്മൾ സദൃശവാക്യത്തിൽ വായിക്കുന്നു, ഇങ്ങനെയുള്ള ഉത്തമയായ ഒരു സ്ത്രീയെ കിട്ടുന്നവന് അവളുടെ വിലയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. മുത്തുകളിലും ഏറും, രത്നങ്ങളെക്കാൾ വജ്രത്തെക്കാൾ വിലയേറിയതാണ് അവളുടെ വില. മാത്രമല്ല ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ വിശ്വാസം പൂർണ്ണമായി അറ്റുപോയിരിക്കുകയാണ്. പരസ്പരം മനസ്സിലാക്കുവാൻ, പരസ്പരം വിശ്വസിക്കുവാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ് വന്നെത്തി നിൽക്കുന്നത്. ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വാസമില്ല. അതിലൊത്തിരി കാരണങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോൾ എല്ലാം ഒന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം ഇന്ന് പരസ്യമായി ചെയ്യുന്ന ഒത്തിരി തെറ്റുകളുണ്ട്, ഒത്തിരി തെറ്റുകളുണ്ട്. സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും നേരിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഭർത്താവ് അറിയാതെ ഭാര്യ ചെയ്യുന്നു, ഭാര്യ അറിയാതെ ഭർത്താവ് തെറ്റുകൾ ചെയ്യുന്നു. ഇതെല്ലാം ഓരോ രീതികളില് അവരെ തമ്മിൽ അകറ്റുവാൻ കാരണമായി തീരുന്നു. എല്ലാം ഒരു രഹസ്യ അറകളിലേക്ക് ഒതുക്കപ്പെടുന്നു. ഞാൻ ചെയ്യുന്ന കാര്യം ഭർത്താവ് അറിയരുതെന്ന് ഭാര്യ ശഠ്യം പിടിക്കുന്നു. ഭർത്താവ് പറയുന്നു ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ എന്റെ ഭാര്യ അറിയാൻ പാടില്ല. അപ്പൊ അവിടെ എന്തുണ്ടാകുന്നു? ഒരു തുറന്ന സംസാരങ്ങളോ തുറന്ന ഒരു ചർച്ചകളോ ഒന്നുമില്ലാതെ പോകുന്നു. അഭിപ്രായങ്ങൾ തുറന്ന് സംസാരിക്കുന്നതൊക്കെ നിന്നു പോകുന്നു. ഒരാൾ അഭിപ്രായം പറയുന്നു, മറ്റേയാൾ വെറുതെ കേട്ടു നിൽക്കുന്നു. അതിൽ അഭിപ്രായങ്ങളൊന്നും വരാതെ പരസ്പരം തെറ്റിദ്ധാരണകൾ അത് നിമിത്തം വന്നു പോകുന്നു. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ സംശയം നമുക്ക് നമ്മുടെ ഭർത്താവിനോട് തോന്നിയാൽ, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയുടെ മേൽ ഒരു ചെറിയ സംശയം തോന്നിയാൽ, അത് ഓപ്പണായിട്ട് സംസാരിക്കുവാൻ ഇരുവരും തയ്യാറാകണം. അത് ചെറിയൊരു കാര്യമായിരിക്കാം, ഒരു ചെറിയ തെറ്റിദ്ധാരണയായിരിക്കാം. അത് പരസ്പരം ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷെ ഇത് മൂന്നാമതൊരാളുടെ കയ്യിൽ നിന്ന് നമ്മുടെ കാതുകളിൽ കേൾക്കുമ്പോൾ അത്
ഇരട്ടി തെറ്റിദ്ധാരണയ്ക്കും അവിശ്വാസത്തിനൊക്കെ കാരണമായി തീരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തില് ഒരു പരസ്പരം വിശ്വാസമുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമകളായിരിക്കണം. പരസ്പരം വിശ്വസിക്കണം. ഒന്നാമതായിട്ട് വിശ്വാസമാണ് ഒരു കുടുംബ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയും. പരസ്പരം വിശ്വാസമുള്ളവരായിരിക്കണം. തെറ്റിദ്ധരിക്കപ്പെടുന്നവരായിട്ടല്ല. ഒരു ഫോൺ കോൾ വരുമ്പോൾ തെറ്റിദ്ധരിക്കുക, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വരുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പുറത്തേക്കൊന്ന് പോയി സംസാരിച്ചാൽ അത് സംശയത്തോടു കൂടി വീക്ഷിക്കുക. അല്ലെങ്കിൽ യാദൃശ്ചിക ഒരു വിശ്വാസിയോട്, ഒരു ദൈവദാസന അല്ലെങ്കിൽ ഒരു സഹോദരനോ നിന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ അതിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുക. ഇതൊക്കെ വിശ്വാസമില്ലായ്മ അവിശ്വാസത്തെ വളർത്തിക്കൊണ്ടുവരും. അതൊക്കെ കുടുംബ ബന്ധങ്ങളെ ബാധിക്കും. ആ കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കാതെ പോകും. ആകയാൽ ഇവിടെ ദൈവവചനം പറയുകയാണ്, ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. പരസ്പരം വിശ്വാസമുള്ളവരായിരിക്കണം. മാത്രമല്ല അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. അനേകം സഹോദരിമാരെ എടുത്തു പഠിക്കുകയാണെങ്കിൽ ഭർത്താക്കന്മാർക്ക് തിന്മ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരിമാരുണ്ട്. അവർക്കൊരു സ്വസ്ഥതയും കൊടുക്കാത്ത സഹോദരിമാരുണ്ട്. ഏത് വിഷയത്തിന്റെ മധ്യത്തിലും അവർക്കൊന്ന് മുന്നേറുവാൻ കഴിയുന്നത്. ബിസിനസ് മേഖലയാണെങ്കിലും, കുടുംബ ജീവിതത്തിലാണെങ്കിലും, പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിലും, ശുശ്രൂഷ മണ്ഡലത്തിലാണെങ്കിലും മുന്നേറുവാൻ കഴിയാതെ വണ്ണം അവരെ തടുത്തു വെക്കുന്ന ഭാര്യമാർ ഒത്തിരിയുണ്ട് ഇന്ന് കുടുംബങ്ങളില്. ഓരോ കുടുംബത്തെ നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ ഒരു ദൈവദാസനെ ആകട്ടെ അല്ലെങ്കിൽ ഒരു സഹോദരനെ ആകട്ടെ അവർക്ക് മുന്നേറി പോകുവാൻ കഴിയാതെ വണ്ണം, അവരുടെ ജീവിതത്തിൽ ഒരു വിജയത്തിലേക്ക് അവർക്ക് കടന്നു ചെല്ലാതെ വണ്ണം അവരെ തടുത്തു വെക്കുന്ന ഭാര്യമാരുണ്ട്. അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ്, നിരാശയുടെ വാക്കുകൾ പറഞ്ഞ്, അവരെ കളിയാക്കി, അവരെ പരിഹസിച്ച്, അവരെങ്ങനെയാണേലും ഇല്ലായ്മ ചെയ്യണമെന്നായിരിക്കും ഈ സഹോദരിയുടെ ഒറ്റ ലക്ഷ്യം. അപ്പൊ അങ്ങനെ പോകുന്ന ഒത്തിരി കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. തിരിച്ചും അത് തന്നെ സംഭവിക്കുന്നത്. ഭാര്യയ്ക്ക് നല്ല ഉയർന്ന ജോലിയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അവൾക്ക് നല്ല ശുശ്രൂഷ കഴിവുകളുണ്ടെങ്കിൽ, അവൾക്ക് പാടുവാനോ പ്രസംഗിക്കുവാനോ കഴിവുണ്ടെങ്കിൽ, നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളെ എങ്ങനെ താഴ്ത്തി നിർത്താം, അവളെ വിജയത്തിലേക്ക് വിടാതെ, ഉയരങ്ങളിലേക്ക് വിടാതെ അവളെ എങ്ങനെ താഴ്ത്തി നിർത്താമെന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട്. ഒരു ഭാഗം മാത്രമല്ല, ഇരുഭാഗത്തും ഒരുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇവിടെ തിരുവചനം പറയുന്നു, അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. ഇരുഭാഗവും അത് തന്നെ ചെയ്യണം. ഭാര്യ ആയാലും ശരി, ഭർത്താവായാലും ശരി, തിന്മ ചെയ്യാതെ നന്മ ചെയ്യുന്നവരായിരിക്കണം. പരസ്പരം നന്മ ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ നിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നാം ചിന്തിച്ചു വന്നത് ഇതാണ്. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവരുടെ ഒന്നാമത്തെ ഗുണങ്ങൾ വിവേകമുള്ളവളായിരിക്കണം, പരിജ്ഞാനമുള്ളവളായിരിക്കണം, സ്നേഹമുള്ളവളായിരിക്കണം, ഭർത്താവിന്റെ ഹൃദയത്തെ വിശ്വസിക്കുന്നവളായിരിക്കണം. മാത്രമല്ല അവന് തിന്മ ചെയ്യാതെ നന്മ ചെയ്യുന്നവളായിരിക്കണം. തിരിച്ച് അതേ കാര്യം ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഭാര്യയും പ്രതീക്ഷിക്കുന്നു. എന്ത്? അവൻ വിവേകത്തോടെ പെരുമാറുന്ന, വളരെ സ്നേഹിക്കുന്ന, വളരെ ബഹുമാനിക്കുന്ന വ്യക്തിയായിരിക്കണം എന്ന് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നു. ഭാര്യയെ പൂർണ്ണമായി വിശ്വസിക്കുന്നവനായിരിക്കണം എന്റെ ഭർത്താവ് എന്ന് ഭാര്യ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ തിന്മയായതല്ല നന്മയായത് ഭാര്യയും പ്രതീക്ഷിക്കുന്നു ഭർത്താവിൽ നിന്ന്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, ഈ തിരുവെഴുത്ത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആശ്വാസത്തിനും സമാധാനത്തിനും കാരണമായി തീരട്ടെ. ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാം. എന്റെ കുടുംബ ജീവിതത്തില് ഞാൻ ഇപ്രകാരമുള്ള ഒരു വ്യക്തിയാണോ? അല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് തിരുത്താം. ഏതെല്ലാം മണ്ഡലങ്ങളിൽ നമുക്ക് തിരുത്തുവാനുണ്ട്? സ്നേഹം, വിശ്വാസം, വിവേകം, പരിജ്ഞാനം, നന്മ ചെയ്യുന്നതില്, പരസ്പരം മനസ്സിലാക്കുന്നതില്, എവിടെയെല്ലാം നമുക്ക് വീഴ്ചകളുണ്ടോ ആ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് തിരുത്തി ജയകരമായിരിക്കുന്ന ഒരു കുടുംബ ജീവിതത്തെ പടുത്തുയർത്തുവാൻ സ്വർഗസ്ഥനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.